ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നിതാപ്പം നമ്മളെ പരിപാടി ടൗണിലേക്ക് ഇറങ്ങിയതാണ്. മാനന്തവാടി ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് ലീവായതുകൊണ്ട് കുറേ ദിവസമായി ഉണ്ണി പറയുന്ന എന്തായിരുന്നു, ഗ്രിൽഡ് ചിക്കൻ ആക്കണം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ. അപ്പൊ വേണ്ട, നമ്മളെ ഇടയ്ക്കൊക്കെ ആദ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. മീനും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് വെറുതെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ലീവ് കിട്ടിയപ്പോൾ അവള് പറഞ്ഞു നമുക്ക് അങ്ങനെ ആക്കാന്ന് അല്ലേ. അപ്പം നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങാനുണ്ട്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പം നേരെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഉണ്ടേങ്ങാടി എത്താനായി 2:30 മണിയായി. 2:30 മണിയായി. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വേഗം കൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇരുടാവുന്നതിന് മുന്നേ എല്ലാം സെറ്റാവും, ഇല്ലെങ്കിൽ ലേറ്റ് ആയി പോവും. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇറങ്ങിയ വൈകുന്നേരം പോവാന്ന് വിചാരിച്ചാണ്. മഴക്കാറും എല്ലാം ഉണ്ട്. കുറേ ദിവസമായി അപ്പം നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന് തീരുമാനിച്ചിട്ട്. അപ്പോൾ ഓരോ തിരക്കായിട്ട് പറ്റിയില്ല. അപ്പം ഇന്നാണെങ്കിൽ ഇന്നും നാളെ ഇവർക്ക് ലീവാണല്ലോ. അപ്പം ഇന്ന് നമുക്ക് പോയിട്ട് മേടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. കുറെ ദിവസമായി പറയുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല. അപ്പൊ നേരെ ഇന്ന് ആ ഒരു പരിപാടി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച. അതെ, മഴ പെയ്യുന്നതിന് മുന്നേ പോയിട്ട് മേടിച്ചിട്ട് വരണം. അങ്ങനെ ഗൈസ്, ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഡേമാർട്ടിലേക്ക് പോകുന്നതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെയാണ് വാങ്ങാനുള്ളത്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണീൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡേമാർട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഉണ്ണി ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഗൈസ്, ഇതാ നമ്മളിപ്പോൾ ഇതാ ഡേമാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയതാ താഴെ പാർക്കിങ്ങിലാണ്. ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വിടാം. മടുത്താ ഗൈസ്, ഇതാ അപ്പം നമ്മൾ ഡേമാർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റോഡിലേക്ക് കയറിയാൽ തന്നെ ഒടുക്കത്തെ മഴ കേട്ടോ. ഇല്ല, കിടക്കാച്ചി മഴ. ഇപ്പോൾ ആ ചെറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. എത്ര പെട്ടെന്നോ കാലാവസ്ഥ മാറുന്ന. വരുമ്പോൾ എന്ത് തെറ്റായിരുന്നു. നല്ല കനത്ത മഴയാണ് എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടറിവ്. ഇതുണ്ടോ, ഒരു രക്ഷയില്ല. ഒടുക്കത്തെ മഴയാണ്. അങ്ങനെ ഇതാ അപ്പോൾ നമ്മൾ ഒണ്ടേങ്ങാടി എത്തി. കുറേ നേരം കാറിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. മഴയായതുകൊണ്ട് ഇറങ്ങാൻ പറ്റാണ്ട്. ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. നമുക്കിതാ കുറച്ച് മീനും വാങ്ങാനുണ്ട്, കുറച്ച് ചിക്കനും വാങ്ങാനുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടനത് എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ചിക്കൻ. അങ്ങനെ ഗൈസ്, ഇതാ ഇപ്പോൾ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ മസാല തേക്കുക, നമ്മളെ ഗ്രില്ലിലേക്ക് സെറ്റ് ചെയ്യുക, എടുത്ത് കഴിക്കുക. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ പരിപാടി. ഈ ഒരു പാത്രത്തിൽ നിറയെ ചിക്കൻ ഉണ്ട്. ഒരു കോഴി വാങ്ങിയതാണ് നമ്മൾ ആ 4 പേരെ കഴിക്കാനുള്ളൂ. ഇതേപ്പുറത്തെ മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഷടപടേന്ന് പരിപാടി തുടങ്ങിയാലോ. കാരണം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ വൈഡായിട്ട് കാണിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ. കാരണം വെട്ടം പോകുന്നതിന് മുന്നേ നമുക്ക് വീഡിയോ ഒന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതാ മസാലയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ ചിരട്ടയൊക്കെ കത്തിച്ച് കനലൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിരട്ടക്കനലായതുകൊണ്ട്
അത്യാവശ്യം കുറേ നേരം കനലിങ്ങനെ നിൽക്കും കേട്ടോ. അതേ സമയത്ത് തന്നെ നമുക്ക് ഓരോ ചിക്കനായിട്ട് ഗ്രില്ലിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗൈസ്, ഇതാ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഗ്രിൽഡ് ചിക്കൻ, കപ്പയുണ്ട്, കപ്പക്ക് കൂട്ടാൻ ചമ്മന്തിയുണ്ട്. ഇതാ നമ്മൾ തൈര് വാങ്ങിയുണ്ട്, ചളാസും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത്. ഇനിയിപ്പം ഉണ്ണീൻ്റെ ആഗ്രഹമായിരുന്നു, എന്തായിരുന്നു, ഗ്രില്ല് ചെയ്ത് ചിക്കൻ കഴിക്കണമെന്ന്. അപ്പം നേരെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഒരു ഉച്ചക്ക് മാനന്തവാടി പോയി ചിക്കനൊക്കെ വാങ്ങി വന്ന് എല്ലാം വൈകുന്നേരമൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ സമയം 8:15. അപ്പം ഇനി ഒന്നും നോക്കുന്നില്ല, നേരെ കഴിക്കാനുള്ള പരിപാടിയാണ്. കഴിച്ചാലോ? ഓക്കെ, എടുത്തങ്ങ് കടിച്ചോ. ഓക്കെ, ഇപ്പം ആഗ്രഹം തീർന്നില്ല. ഒരു കടി അടിച്ചോളൂ. എങ്ങനെയുണ്ട്? നല്ല ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കിയത് പുറത്ത് എരിവുണ്ടായില്ലേ, അകത്തേക്കില്ല, ഉള്ളിലേക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ആ മസാല ഫുള്ളിട്ട് കൂട്ടിയപ്പോൾ മാത്രം എരിവോ, എല്ലാം ഉള്ളിലേക്കില്ലല്ലോ. ഉള്ളിലില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനിയൊന്നും നോക്കാനില്ല, നേരെ ഇതൊക്കെ കഴിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടില്ല, ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട്. ഇപ്പോൾ വിശക്കുന്നുമുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ പരിപാടി സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒന്നും നോക്കാനില്ല, നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു കാഴ്ചയും വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം കേട്ടോ. അപ്പം ബൈ.